ഓൺ ഫീൽഡ് അമ്പയർ ആയിട്ട് വരുമ്പോൾ ഒരു വശത്ത് ഷമി പന്തെറിയുകയാണ്, സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുകയാണ്, ഋഷഭ് പന്ത് കീപ്പറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഓൺ ഫീൽഡ് അമ്പയർ, അതും IPL പോലൊരു വലിയൊരു വേദിയിൽ? എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകോറ്റു നോക്കുന്ന വലിയൊരു ടൂർണമെൻ്റ് ആണ്. നമ്മളിപ്പോൾ കാണികൾ മിനിമം ഇപ്പോൾ വളരെ എന്താ പറയുക, കാണികൾ കുറഞ്ഞിട്ടുള്ള ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 30,000 കാണികളുണ്ടാവും. അപ്പോൾ ആ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലക്നൌവിലാണ് കളി നടക്കുന്നതെങ്കിലും CSKയുടെ ഫാൻസ് ഒരുപാടുണ്ട്. ഏകദേശം ഗ്രൗണ്ട് ഫുൾ അല്ലെങ്കിലും ഏകദേശം ഒരു 40,000 കാണികളോളം വരുന്ന ഒരു വലിയൊരു ആരവം തന്നെ ഉണ്ടായിരുന്നു ഗാലറിയിൽ. പിന്നെയുള്ളത് മൊത്തം TV-യിൽ ലൈവായിട്ട് കാണുന്ന ഒരുപാട് ജനങ്ങൾ. അപ്പോൾ അതിനിടയിലേക്ക് നമ്മൾ ആദ്യമായിട്ടൊരു ഡെബ്യൂ മാച്ച് നമ്മൾ ഓൺ ഫീൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രഷറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും കാരണം നമ്മൾ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മളെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസും ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഗ്രൗണ്ടിൽ എത്തുന്നത്. പക്ഷേ ഫസ്റ്റ് ബോൾ എറിയുന്നത് എൻ്റെ ഭാഗത്തു നിന്നാണെന്ന്, അതായത് ഫീൽഡിംഗ് ടീമാണ് ഡിസൈഡ് ചെയ്യുക ഏത് എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ എൻഡ്സ് ഉല്ലാസ് ഗന്ധി ആയിരുന്നു എൻ്റെ പാർട്ട്ണർ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഏത് എൻഡിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ എൻഡിൽ നിന്നാണ് അവർ ഫസ്റ്റ് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനായിരുന്നു. ഫസ്റ്റ് ബോൾ തന്നെ മറ്റേതാകുമ്പോൾ സ്ക്വയർ ലെഗിലാണെങ്കിൽ നമുക്ക് ഒരു ഓവർ കഴിഞ്ഞ് അതൊക്കെ പൊരുത്തപ്പെട്ട് നമുക്ക് ബോളേഴ്സിലേക്ക് പോകാം. പക്ഷെ ബോളേഴ്സിൽ തന്നെ ഫസ്റ്റ് ബോൾ എറിയാന്ന് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ വന്നു. അത് ഫേസ് ചെയ്യുന്നത് സഞ്ജു ആണ്, എറിയുന്നത് ഷമി, ഋഷഭ് പന്ത് ക്യാപ്റ്റൻ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ CSKയുടെ ക്യാപ്റ്റൻ നോൺ സ്ട്രൈക്കറിൽ നിൽക്കുന്നു. അപ്പം ടോട്ടലി ഫസ്റ്റ് ബോളിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ബോൾ നല്ലൊരു ബോളായിരുന്നു. എന്തായിരുന്നു ആ ബോളിന്റെ പ്രത്യേകത? എന്തായിരുന്നു? നല്ലൊരു സ്വിംഗ് ബോളായിരുന്നു. അത് സഞ്ജുവിന് തന്നെ വളരെ നല്ലൊരു കിടിലൻ ബോളായിരുന്നു സത്യത്തിൽ. അത് അല്ല, ആ സമയത്ത് നമ്മൾ ആ ബോളിലേക്ക് വരുമ്പോൾ ഒരു സിനിമ സ്ക്രിപ്റ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ആദ്യമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു ടെൻഷൻ. കാരണം ഷമി അപ്പുറത്തൊന്ന് ഗാർഡ് പറയുന്നു, ഗാർഡ് പറയുന്നു, നമ്മള് സഞ്ജുവിന് ഗാർഡ് കൊടുക്കുന്നു. ഞാൻ അവന്റെ നോർമൽ ഗാർഡിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിൽക്കുന്നത് ഈ IPL ഡെബ്യൂ ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. അതായത് ബാക്കി ഇയാൻ ബിഷപ്പിന്റെ ഒരു അവലോകനമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച്. അതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോർത്ത് അമ്പയർ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡെബ്യൂ ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേരുണ്ടാവും എന്നുള്ളൊരു ധാരണ നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ. കാരണം നമ്മുടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ള BCCI ആണെങ്കിലും ആരാണെങ്കിലും അവര് നമ്മളെ നോക്കി കാണുന്നു. ഫസ്റ്റ് മാച്ചാണ്, ഇവൻ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു, ഇവന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കുന്നുള്ളൊരു ഉള്ളിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഫസ്റ്റ് ബോൾ സഞ്ജു ഫേസ് ചെയ്യുന്നു. CSKയുടെ മാച്ച്, CSKക്ക് ഭയങ്കര നിർണായകമായിട്ടുള്ള മാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടെൻഷനാണ്. ഫസ്റ്റ് ബോൾ നല്ല ഷമി ബോൾ ചെയ്യാൻ നല്ല സ്വിങ് ചെയ്തിട്ട് പോയി നല്ലൊരു ബോളായിരുന്നു. ആ ബോൾ കഴിഞ്ഞതോട് കൂട്ടിയിട്ട് പിന്നെ നമ്മൾ നോർമൽ മാച്ച് ചെയ്യുന്ന എനിക്ക് ആ ഓവറിൽ സഞ്ജു 3 ബൗണ്ടറി അടിച്ചു. 3 ബൗണ്ടറി അടിച്ചു, ഒരു വൈഡും വന്നു. ആ വൈഡാണ് എന്നെ ആദ്യമായിട്ട് കാണിച്ചത്, TV-യിൽ കാണിക്കുമ്പോൾ ഒരു സിഗ്നലായിട്ട് കാണിച്ചത്. എൻ്റെ വൈഫ് പറയുമ്പോൾ അത് ഓർമ്മ വന്നത്. 3 ബൗണ്ടറി അടിക്കുമ്പോൾ കാണിച്ചില്ല, കാരണം 3 ബൗണ്ടറി നല്ല ബൗണ്ടറി ആയിരുന്നു. അപ്പൊ അതിന്റെ റീപ്ലേ ആയിരുന്നു കാണിച്ചിട്ടിരുന്നത്. പിന്നെ ഒരു വൈഡ് വന്നപ്പോഴാണ് അമ്പയറെ കാണിച്ചത് വൈഡ് സിഗ്നൽ ചെയ്യുന്നത്. അത് നന്നായിരുന്നു എന്ന് പറയും വൈഫ്.